ഇന്നത്തേത് ബ്രെഡ് വെച്ചിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പിസ്സയാണ്. ഞാൻ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ബ്രെഡ് 3 കഷ്ണമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 2 മുട്ട ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് ഇതേപോലെ കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ചില്ലി ഫ്ലേക്സൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതിലൂടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ പിന്നെ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ബ്രെഡ് വെച്ച് കൊടുക്കുക കേട്ടോ. അടുപ്പിച്ച് വെച്ച് കൊടുക്കണ്ട, ഇതേപോലെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ബ്രെഡ് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ മുട്ടയുടെ ആ മിക്സില്ലേ, അത് ഇതേപോലെ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു 3 മുട്ട വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഞാൻ 2 മുട്ട മാത്രം ആയത് കാരണം കുറച്ചൊന്ന് ഗ്യാപ്പൊക്കെ ഫില്ലാവാതിരുന്നിട്ടുണ്ട്. അതിനുശേഷം ചെറിയ തീയിൽ നമ്മൾ അടുപ്പത്ത് വെക്കുക. പിന്നെ നമ്മൾക്ക് ഇതിന് പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അത് തിരിച്ചിട്ടതിന് ശേഷം തിരിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോകാതെ നോക്കണം. പിന്നെ അതിൻ്റെ മേലെ ഇതേപോലെ സോസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ സോസും മയോനൈസും രണ്ടും കൂടിയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കില്ല. പിന്നെ കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. പിന്നെ തക്കാളി കേട്ടോ. പിന്നെ ഞാനിത് രണ്ടും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മേലെ ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മൊസറല്ല ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ സ്ലൈസ് ആയിട്ടുള്ള ചീസാണെങ്കിലും 2-3 അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടിയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മിക്സിനകത്ത് ഉപ്പ് ചേർക്കണം കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ചേർക്കുന്നാൽ അല്ലെങ്കിൽ പിന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടൂല. അതിനുശേഷം ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്ക് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലേ. പിസ്സ എന്നൊക്കെ മുമ്പൊക്കെ ആണെങ്കിൽ പറയുമ്പോൾ നമുക്ക് ഓവൻ വേണം, കുറേ ടൈം എടുക്കും ഒക്കെയുള്ള ചിന്തയാണ്. പക്ഷേ ഇപ്പം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പം ഓരോ കഷ്ണം ബ്രെഡ് വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കി എടുക്കുക കേട്ടോ, വളരെ എളുപ്പത്തിൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.